വെൽക്കം ടു ദ ന്യൂ ലെക്ചർ ഓഫ് ഫിസിക്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആയിരുന്നു. നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ലാസ്റ്റ് നമ്മൾ പറഞ്ഞ റിലേറ്റീവ് ഡെൻസിറ്റി? റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. റിലേറ്റീവ് ആണ്. നമ്മളതിനെ ആപേക്ഷികമായിട്ട് നോക്കുകയാണ്. ഏതിനെ അപേക്ഷിച്ചിട്ടാണ് നോക്കുന്നത്? വാട്ടർ, 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിനെ അപേക്ഷിച്ചിട്ടുള്ള ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിലേറ്റീവ് ഡെൻസിറ്റി. അതിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുക. അത് എത്രത്തോളം കൂടുതലാണ് കുറവാണെന്ന രീതിയിലാണ് നമ്മൾ നോക്കുന്നതിനെ നമ്മളെന്ത് പറഞ്ഞിരുന്നത്? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞിരുന്നത്. സോ നമ്മൾ ലെക്ചർ കണ്ടിന്യൂ ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേറെയും കാര്യങ്ങൾ പറഞ്ഞിരുന്നു അല്ലേ? നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? നമ്മൾ എന്താണ് ഫ്ലൂയിഡ് എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു. എന്തായിരുന്നു ഫ്ലൂയിഡ്? ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റേഴ്സ് ഉണ്ട്. ജനറലി നമ്മൾ കമ്പയർ ചെയ്യുന്ന 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റേഴ്സ് ഉണ്ട്. അതർ ഫോംസ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റേഴ്സും ഉണ്ട്. സോ നമ്മൾ ജനറലി ഇത് 3ആയി ഡിവൈഡ് ചെയ്യുന്ന പോലെ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ്. ഈ ലിക്വിഡും ഗ്യാഷ്യസിനെയാണ് നമ്മൾ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് ഈസ് ഫ്രീ ടു മൂവ്, കുറച്ച് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫ്രീ ടു മൂവ് ആൻഡ് ഇറ്റ് വിൽ അറ്റൈൻ ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. അത് ഏത് കണ്ടെയ്നറിൻ്റെ ഉള്ളിലാണുള്ളത് അതിൻ്റെ ഷേപ്പ് അത് അറ്റൈൻ ചെയ്യും. അതിന് പർട്ടിക്കുലർ ഷേപ്പില്ല. കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ നമ്മളതിന് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമ്മൾ ലെക്ചർ കണ്ടിന്യൂ ചെയ്യാണ്. അടുത്ത ടോപ്പിക്കിലോട്ട് നമ്മൾ മൂവ് ചെയ്യാണ്. വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത്. ഡെപ്തിനനുസരിച്ചുണ്ടാവുന്ന പ്രഷറിൻ്റെ വേരിയേഷനാണ് നമ്മൾ നോക്കാൻ പോണത്. ഇപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എടുത്തിട്ടുള്ളത്? നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സിലിണ്ടറിക്കൽ ഒരു ബീക്കർ അല്ലെങ്കിൽ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് എടുത്തിട്ടുണ്ട്. ആ സിലിണ്ടറിക്കൽ ഷേപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണ്? ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ സിലിണ്ടറിക്കൽ ഷേപ്പ് അല്ലെങ്കിൽ ഒരു ബീക്കർ കൺസിഡർ ചെയ്യുക. ആ ബീക്കറിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ബീക്കറിൻ്റെ ഉള്ളിൽ ഒരു വെള്ളം നിറച്ചിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് നിറച്ചിട്ടുണ്ട്. വെള്ളം എന്ന് വേണ്ട, ഒരു ഫ്ലൂയിഡ്, വാട്ടർ ഇറ്റ് ഈസ്, ഗ്യാഷ്യസ് ഫ്ലൂയിഡ്, വാട്ടർ ഇറ്റ് ഈസ് നമ്മൾ എന്ത് ചെയ്തിട്ട് നിറച്ചിട്ടുണ്ട്. തൽക്കാലം വെള്ളം അസ്യൂം ചെയ്യണമെങ്കിൽ വെള്ളം അസ്യൂം ചെയ്യാം. ഒരു ഫ്ലൂയിഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിറച്ചിട്ടുണ്ട്. ആ ഫ്ലൂയിഡിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാണ്? കൺസിഡർ സിലിണ്ടറിക്കൽ എലമെൻറ്റ് ഓഫ് ഫ്ലൂയിഡ്. ഒരു സിലിണ്ടറിക്കൽ എലമെൻറ്റ്, ഒരു സിലിണ്ടറിൻ്റെ ഷേപ്പിൽ കൊള്ളാവുന്ന അത്രയും എലമെൻറ്റ് ഓഫ് വാട്ടർ കൺസിഡർ ചെയ്യാം. അതായത് നമ്മളിവിടെ മെഷർ ചെയ്തിട്ടുണ്ടല്ലോ, ഞാനിവിടെ മാർക്ക് ചെയ്യണ കണ്ടോ? ഈ മാർക്ക് ചെയ്യണ ഭാഗത്ത് ഒരു സിലിണ്ടർ കണ്ടില്ലേ? ആ സിലിണ്ടറിലുള്ള വെള്ളം മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുക. അതിൻ്റെ ഉൾഭാഗത്തായിട്ട് ആ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള വാട്ടർ നമ്മൾ എന്ത് ചെയ്യാണ്? കൺസിഡർ ചെയ്യാണ്. ആ പോർഷൻ ഓഫ് വാട്ടർ മാത്രം. അതൊന്നുമില്ല, നമ്മളെന്ത് ചെയ്യാണ്? എല്ലാ പോർഷനും എടുക്കണില്ല. നമ്മളതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഭാഗം, അതൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് നമ്മൾ എടുക്കണമെന്ന് മാത്രം. സോ അങ്ങനെ ഒരു ആ എലമെൻറ്റ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുക. സോ ഫോർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഇത് ഇങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കുക നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പിക്ചറിൻ്റെ ഭംഗിയൊന്നും നോക്കണ്ട, നമുക്ക് കാര്യം മനസ്സിലായാൽ മതി. ഓക്കെ, നമുക്ക് സിലിണ്ടറിക്കൽ ഷേപ്പ് നോക്കി. സിലിണ്ടറിക്കൽ ഷേപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ അതിനെന്താണ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്കൊരു പ്രഷർ അനുഭവപ്പെടുന്നുണ്ട് ഇല്ലേ? അറ്റ്മോസ്ഫിയർ നമുക്ക് മുകളിൽ ഒരു പ്രഷർ അനുഭവപ്പെടുന്നുണ്ട്. കാരണം അതവിടെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിൽക്കുക. അതെന്താണ്? ആ ലിക്വിഡ് കൺസിഡർ ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് താഴത്തോട്ട് പ്രഷർ വരുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഗ്രാവിറ്റിയും കൂടി കൂട്ടിയിട്ട് ഒരു പ്രഷർ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതാണ് P1A. ആ സിലിണ്ടർ കൺസിഡർ ചെയ്യാൻ സിലിണ്ടറിൻ്റെ മുകളിൽ അനുഭവപ്പെടുന്ന പ്രഷർ എത്രയാണ്? P1A ആണെന്ന് നമ്മൾ മെഷർ ചെയ്യാം. അതിൽ അനുഭവപ്പെടുന്നത് P1A ആണെന്ന് മെഷർ ചെയ്യാണ്. അതേപോലെ തന്നെ നമ്മൾ സിലിണ്ടർ താഴത്തോട്ട് ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട്, അത് P2A ആണ്. എന്താണ്? P2A ആണ്. സോ അതെന്താണ്? P2A. ഇത് രണ്ടും കൂടി ഇക്വിലിബ്രിയത്തിലാണ് നിൽക്കണം. അതായത് താഴത്തു നിന്ന് മുകളിലോട്ട് വരുന്ന പ്രഷറും മുകളിൽ നിന്ന് താഴത്തോട്ട് വരുന്ന പ്രഷറും ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഈ മോളിക്യൂൾ എന്താണ്? അവിടെ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിലാണ് കൺസിഡർ ചെയ്യുക. അതായത് അവിടെ നിന്ന് ആ മോളിക്യൂൾ, ആ ലിക്വിഡിൻ്റെ ആ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള മോളിക്യൂൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ പ്രഷർ ബാലൻസ് ചെയ്തിട്ട്, മുകളിൽ നിന്ന് താഴത്തോട്ട് വരുന്ന പ്രഷർ ബാലൻസ് ചെയ്ത് അവിടെ നിൽക്കുക. സോ ലിക്വിഡ്സിൻ്റെ പ്രഷർ കാരണം മുകളിലോട്ടൊരു പ്രഷർ കൊടുക്കുന്നുണ്ട്. അതേപോലെ അറ്റ്മോസ്ഫിയർ പ്രഷറും സർഫസ് ടെൻഷനും കാരണം താഴോട്ടൊരു പ്രഷർ വരുന്നുണ്ട്. സോ ഈ 2 പ്രഷറും കൂടി അവിടെ ബാലൻസ് ചെയ്ത് നിൽക്കുക. നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ 2 പ്രഷറും ബാലൻസ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ 2 പ്രഷറും എന്താണ്? ഈക്വലാണെന്ന് പറഞ്ഞൂടെ? ഈ 2 പ്രഷറും ഈക്വലാണെന്ന് പറഞ്ഞൂടെ? സോ നമുക്ക് എന്ത് എഴുതാം?
P1 P2A ഈസ് ഇക്വൽ ടു P1A പ്ലസ് എം ജി. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, അവിടെ എന്ത് വന്നു? എം ജി വന്നു. ഏതിൻ്റെ അപ്പോൾ എം ജി വന്നു? P1A പ്ലസ് എം ജി ആണ്. എന്തുകൊണ്ട് എം ജി വന്നു? അവിടെ എന്തുണ്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താ എഫ് ഈസ് ഈക്വൽ ടു എം ജി ആണ്. എന്ത്? ഗ്രാവിറ്റേഷൻ. ഇവിടെ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ആക്ച്വൽ വാല്യൂ ഓഫ് എഫ് എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു എം ആണ്. പക്ഷെ ഇവിടെ എന്താണ് ആക്സിലറേഷൻ? എന്താ സംഭവിക്കുന്നത്? ഗ്രാവിറ്റി കൊണ്ടുള്ള ആക്സിലറേഷൻ. സോ നമുക്ക് ഗ്രാവിറ്റേഷൻ ആക്സിലറേഷൻ ജി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എഫ്, ആ ഫോഴ്സ് അല്ലെങ്കിൽ പ്രഷർ, ആ ഫോഴ്സും കൂടി എന്താണ്? എന്തുകൂടി വരുന്നുണ്ട്? ഇതിലെന്തുകൂടി വരുന്നുണ്ട്? നമുക്ക് എന്ത് പറയാം? സോ എന്താണ്? അവിടെ എന്തൊരു ഫോഴ്സും കൂടി അനുഭവപ്പെടുന്നുണ്ട്? എന്ത് ഫോഴ്സും കൂടി അനുഭവപ്പെടുന്നുണ്ട്? എഫ് ഈസ് ഈക്വൽ ടു എം ജി എന്ന് പറഞ്ഞുള്ള ഫോഴ്സും കൂടി അവിടെ അനുഭവപ്പെടുന്നുണ്ട്. എഫ് എന്താണ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, അതായത് എഫ് ഫിസിക്കലി എം ജിയും കൂടി അവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഗ്രാവിറ്റേഷൻ ഫോഴ്സും കൂടി എന്തുണ്ട്? നമ്മളവിടെ കൺസിഡർ ചെയ്യണം. ഗ്രാവിറ്റേഷൻ ഫോഴ്സും കൂടി നമ്മളവിടെ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൂടി കൺസിഡർ. സോ അത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടും? P2A ഈസ് ഇക്വൽ ടു P1A പ്ലസ് എം ജി. അതെങ്ങനെ ഈക്വലായിട്ട് നമ്മൾ എഴുതിയെന്ന് പറഞ്ഞില്ലേ? എന്താണ്? ഇക്വിലിബ്രിയത്തിലാണ്. എന്താ നമുക്ക് പറയാം? ഇറ്റ്സ് ഇൻ ഇക്വിലിബ്രിയം. എന്തിനാണ്? ഇക്വിലിബ്രിയമാണ്. ഇക്വിലിബ്രിയത്തിൽ നിൽക്കുകയാണ്. ഇക്വിലിബ്രിയത്തിൽ നിൽക്കുകയാണ്. സോ സിമ്പിളായി P2A നമ്മൾ P1A നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. സോ ഈ സൈഡിലുള്ള നമ്മൾ എന്താണ്? ഇപ്പുറത്തോട്ട് കൊണ്ടുവരികയാണ്. ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും? P2A മൈനസ് P1A ഈക്വൽ എം ജി. ആൻഡ് എ ഇസ് കോമൺ ആയിട്ട്, എ നമ്മൾ കോമൺ ആയിട്ട് പുറത്തോട്ട് എടുക്കുകയാണ്. മനസ്സിലായില്ലേ? നമ്മൾ എ എന്താണ്? P2A മൈനസ് P1A. ഇതിൽ നമ്മൾ എന്താണ്? എ എന്താണ്? കോമൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പുറത്തേക്ക് എടുക്കുകയാണ്. സോ നമുക്ക് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? P2A മൈനസ് P1A ഈക്വൽ ടു എം ജി എന്ന് കിട്ടും. അതേപോലെ തന്നെ എം ജി എന്ന് കിട്ടും. ഓക്കെ, പിന്നെ നമ്മൾ അടുത്തൊരു ഇക്വേഷൻ നമ്മളായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് ഇക്വേഷൻ നമ്പറൊക്കെ കൊടുക്കാം. നമുക്കിതിന് ഇക്വേഷൻ 1, 2, 3 അങ്ങനെയൊക്കെ കൊടുത്തിട്ട് എഴുതാം. കുറച്ചുകൂടി നമ്മളൊരു വലിയൊരു ഡെറിവേഷനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴും ഫിസിക്സിൽ നമ്പർ കൊടുക്കുക. ഓരോ ഇക്വേഷൻ നമ്പർ കൊടുക്കുക. ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? പുട്ടിങ് 1 on 2 എന്നൊക്കെ എഴുതേണ്ടി വരും. സോ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ഒരു ഫസ്റ്റത്തെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് കൊണ്ടുവരുന്ന ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ പുട്ട് 1, 2, 2 അല്ല 4 അല്ലെങ്കിൽ 5 എന്നൊക്കെ കൊടുക്കേണ്ടി വരും. സോ 2 എന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം തന്നെ നമ്പർ ഇട്ടിട്ട് വരിക നമ്മൾ ചെയ്യുമ്പോൾ. നമ്മൾ ഇത് പറഞ്ഞെന്നുള്ളൂ. സോ അങ്ങനെ ചെയ്യാം. സോ നമ്മൾ എന്ത് ചെയ്താണ്? ഇവിടെ ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു റോ ഈസ് ഇക്വൽ ടു റോ എന്തായിരുന്നു? പി അല്ല കേട്ടോ, അത് റോയാണ്. അത് പി അല്ല കേട്ടോ, അത് പി അല്ല, അത് എന്താണ്? റോയാണ്. റോ ഈസ് ഇക്വൽ ടു എന്താണ്? എം ബൈ വി. റോ എന്താണ്? ഡെൻസിറ്റി എന്താണ്? എം ബൈ വി എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? റോ ഈസ് ഇക്വൽ ടു എം ബൈ വി എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക? എം ഈസ് ഇക്വൽ ടു റോ വി ആണ്. ഈ അടിയിലുള്ള റോ ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് എന്താ അറിയാം? റോ ഈസ് ഇക്വൽ ടു എം ബൈ വി എന്നുള്ള ഇക്വേഷൻ അറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ വി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? ഈ ഇക്വേഷൻ കിട്ടും അല്ലേ? മാസ് ഈസ് ഇക്വൽ ടു റോ വി എന്നുള്ള ഇക്വേഷൻ കിട്ടും. ബി ഈസ് ഇക്വൽ ടു മാസ് ഈസ് ഇക്വൽ ടു റോ വി എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് പറയാം? നമുക്ക് ഇവിടെ എന്താണ്? ഇവിടുത്തെ എന്താ പറയുക? വോളിയം എന്താ നമുക്കറിയാം. ഇവിടെ എന്താണ്? നമ്മളൊരു സിലിണ്ട്രിക്കൽ ഷേപ്പാണ് കൺസിഡർ ചെയ്യുന്നത്. എന്താണ്? സിലിണ്ട്രിക്കൽ ഷേപ്പാണ്. ഇവിടുത്തെ ഒരു എന്ത് ഷേപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ?
ഒരു സിലിണ്ടറിക്കൽ ഷേപ്പല്ല കൺസിഡർ ചെയ്യണമെങ്കിൽ സിലിണ്ടറിക്കൽ ഷേപ്പ് കൺസിഡർ ചെയ്യണം. സിലിണ്ടറിക്കൽ ഷേപ്പിൻ്റെ വോളിയം എന്തായിരിക്കും വോളിയം? സിലിണ്ടറിക്കൽ ഷേപ്പിൻ്റെ വോളിയം എന്താണ്? ഹൈറ്റ് ഇൻറ്റു എന്താണ്? ഹൈറ്റ് ഇൻറ്റു ഈ ഹൈറ്റ്, ഇത് മുതൽ ഇതുവരെയുള്ള ഹൈറ്റ് ഇൻറ്റു ഏരിയ എന്താണ്? പൈ ആർ സ്ക്വയർ ആണ് ഏരിയ. ആ ഫേസിൻ്റെ ഏരിയ ആണ് നമ്മൾ മനസ്സിലായിട്ട് പൈ ആർ സ്ക്വയർ. അപ്പോൾ നമ്മൾ ആ ഏരിയ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണില്ല, നമ്മൾ ഏരിയ എന്ന് മാത്രമേ ഇതിൽ കൊടുക്കണുള്ളൂ. സോ അപ്പോൾ നമുക്ക് വോളിയം എന്താ? എ ക്യാപിറ്റൽ എ ആണെന്ന് കിട്ടും. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വോളിയത്തിൻ്റെ പാർട്ട് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എമ്മിന് പകരം നമ്മളിത് എഴുതി, അത് കഴിഞ്ഞ് എം ഈക്വൽ ടു റോ എച്ച് എ എന്ന് കിട്ടി. ആ റോ എച്ച് എ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ താഴെ കാണുന്ന നമ്മൾ ഈ എന്താണ് ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. റോ എച്ച് എ കൊടുത്തു. അപ്പോൾ ഇവിടെ രണ്ട് സൈഡിലും എന്ത് വന്നു? എ വന്നു. കണ്ടോ? ഈ രണ്ട് സൈഡിൽ എ വന്നു. സോ കോമൺ ആയിട്ട് വരുന്ന ടേംസ് എ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയപ്പെടുന്നു. ഇവിടുന്ന് ക്യാൻസൽ ചെയ്ത് കളയാം. ഇപ്പോൾ P2 - P1 ഈക്വൽ ടു റോ ജി എച്ച് എന്നുള്ള ഇക്വേഷനിലോട്ട് വന്നു. P2 - P1 ഈക്വൽ ടു എന്താണ് വന്നത്? റോ ജി എച്ച് എന്നുള്ള കാര്യത്തിലോട്ട് വന്നു. P2 - P1 റോ ജി എച്ച്. ഓക്കെ. ഇഫ് ദ പോയിൻറ്റ് 1 അറ്റ് ദ ടോപ്പ് ഫ്ലോയിഡ് വിച്ച് ഈസ് ഓപ്പൺ ടു ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കുകയാണ്? ഇപ്പോൾ നമ്മൾ അടുത്ത കേസ് അസ്യൂം ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ പ്രഷർ ഡിഫറൻസ് കിട്ടി. P2 P എന്നുള്ള പ്രഷർ ഡിഫറൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. നമ്മൾ P എന്ന് പറയണത്, അതായത് നമ്മുടെ ടോപ്പിലുള്ള P1 എന്ന് പറയണത് അതിൻ്റെ ടോപ്പ് ലെയറിലാണ്. അതായത് എവിടെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നോക്കി നോക്കാം. ഞാൻ കാണിച്ചു തരാം നമ്മളെന്താണ് കാണിച്ചു തരാം. കാണിച്ചു തരാം. ഓക്കെ. P എന്ന് പറയുന്നത് എവിടെയാണെന്ന് വിചാരിച്ചോ? ഇവിടെയെന്ന് കൺസിഡർ ചെയ്യുക. ഈ ടോപ്പ്, അതായത് ഇതിൻ്റെ അറ്റുണ്ടല്ലോ, ഇവിടെയെന്ന് വിചാരിക്കുക. ഈ ഭാഗത്താണെങ്കിൽ എന്താണ്? ഡയറക്റ്റായിട്ട് അറ്റ്മോസ്ഫിയർ പ്രഷർ P1 നമുക്ക് കൊടുക്കാം അല്ലേ? അതായത് അത് എവിടെയായിട്ട് കൺസിഡർ ചെയ്യാത്ത ഈ ലെയർ ഇവിടെ ഈ ഭാഗത്തുണ്ടല്ലോ, ഞാൻ ഈ ഷെയ്ഡ് ചെയ്യണ ഭാഗം, ഈ ഭാഗത്താണ് എന്താ അതിൻ്റെ വന്നിക്കണത്? അതിൻ്റെ എൻഡ് വന്നിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് എന്ത് വരും? പ്രഷർ, അറ്റ്മോസ്ഫിയർ പ്രഷർ ഡയറക്റ്റ് അവിടെ എന്താണ്? ഇവിടെയുള്ള പ്രഷർ എന്താണ്? ATM ആണ്. അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷറല്ലേ അവിടെ വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോടെ. അപ്പോൾ ഡയറക്റ്റ് ഇത് കൊണ്ടായിട്ട് ഇവിടെ കൊടുക്കാം. അപ്പോൾ അതായത് P1 പ്രഷറിനെ നമുക്ക് എന്ത് പറയാം? PA ആണെന്ന് കൊടുക്കാം അല്ലേ? അറ്റ്മോസ്ഫിയറിക് പ്രഷറാണെന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? P, അതായത് ഈ P2 എന്നുള്ളതിനെ നമുക്ക് P എന്ന് കൊടുക്കാം. ഇൻസൈഡ് ദ പ്രഷർ, അല്ലെങ്കിൽ ഗേജ് പ്രഷർ എന്നാണ്. P - P ഈക്വൽ ടു റോ ജി എച്ച്. അബ്സല്യൂട്ട് പ്രഷർ പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ഇൻസൈഡിലുള്ള അബ്സല്യൂട്ട് പ്രഷർ P എന്താണ് നമുക്കുള്ള ഇക്വേഷൻ കിട്ടും. ഈ സാധനം ഇങ്ങോട്ട് കൊണ്ടുവന്നു. മനസ്സിലായില്ലേ? നമ്മളെന്ത് ചെയ്യാണ്? ഇത് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. PF കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു H ഹൈറ്റിൽ, ഒരു H ഡെപ്തിലുള്ളത്, അതായത് ഒരു H ഡെപ്ത്. നമ്മളവിടെ നിന്നാണ് ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്തില്ലേ? ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്തു. ആ സിലിണ്ടർ ഒരു H ഡെപ്തിലുള്ള ഒരു പോയിൻ്റ് എടുക്കാൻ കൺസിഡർ ചെയ്യുക. ആ പോയിൻ്റിലുള്ള പ്രഷർ എത്രയെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഒരു പോയിൻ്റിലുള്ള പ്രഷർ എത്ര? P ഈക്വൽ ടു PA പ്ലസ് റോ ജി എച്ച് എന്നുള്ള ഇക്വേഷനിലോട്ട് നമുക്ക് എത്താൻ സാധിച്ചു ഇല്ലേ? സംഭവം മനസ്സിലായി എന്ന് വിചാരിക്കണം. കാര്യമായിട്ടൊന്നുമില്ല. അതാ നമ്മൾ ഈ റോ H എന്ന് പറഞ്ഞൊരു ഹൈറ്റ് കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കുക. നമ്മൾ H എന്ന് പറഞ്ഞൊരു ഹൈറ്റ് കൺസിഡർ ചെയ്തു. ഇത് നമ്മളിത് ടിപ്പിൽ കൊണ്ടുപോയി വരച്ച് വെച്ചാലോ? ഞാനത് നേരം പോലെ വരയ്ക്കാം. എന്നാൽ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, ഭംഗിയൊന്നും നോക്കണ്ട, കാര്യം മനസ്സിലായ പോലെ. അപ്പോൾ നമ്മളിവിടെ എന്താണ് ഹൈറ്റ് നോക്കിയില്ലേ? ഇവിടെ ഈ ഇതിൻ്റെ ടോപ്പ് ലെയറിൽ നമ്മൾ ഈ P കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെയുള്ള അറ്റ്മോസ്ഫിയർ കൊടുക്കുന്ന പ്രഷറാണ്. അത് നമ്മൾ മാറ്റി എഴുതിയതാണ്. അവിടെ കൊടുക്കുന്ന പ്രഷർ എന്താണ്? അറ്റ്മോസ്ഫിയർ കൊടുക്കുന്ന പ്രഷറാണ്. അതാണ് നമ്മൾ എന്ത് പറഞ്ഞത്? P എന്ന് പറഞ്ഞ പ്രഷർ, അതായത് PA, അതായത് PA എന്ന് പറയുന്ന പ്രഷർ, ഈ പ്രഷർ. ഓക്കെ, PA എന്ന് പറയുന്ന പ്രഷർ. അപ്പോൾ ആ പ്രഷർ എന്താണ് വെച്ചിട്ട് നമ്മൾ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലേ? അപ്പോൾ Pയിലുള്ള ഇത്രയും H ഡെപ്തിലുള്ള അല്ല ഹൈറ്റ്, H ഡെപ്തിലുള്ള പ്രഷറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലാസ്റ്റ് കണ്ടുപിടിച്ചത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ P ഈക്വൽ ടു PA പ്ലസ്
റോ ജി എച്ച് എന്നുള്ള ഇക്വേഷനിലോട്ട് നമുക്ക് എന്താ ചോദിച്ചു എത്തിച്ചേരാൻ സാധിച്ചു. ദസ് അബ്സല്യൂട്ട് പ്രഷർ പി അറ്റ് ഡെപ്ത് ബിലോ ദ സർഫസ് ഓഫ് ലിക്വിഡ് ഓപ്പൺ ടു ദ അറ്റ്മോസ്ഫിയർ ഈസ് ഗ്രേറ്റർ ദാൻ ദ അറ്റ്മോസ്ഫിയർ പ്രഷർ ബൈ എൻ എമൗണ്ട് ഓഫ് റോ ജി എച്ച്. ഒന്നുമില്ല, ഇപ്പോൾ ഈ ഡെപ്തിലുള്ള പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ പ്രഷറിനെക്കാട്ടി കൂടുതലാണ്. ഒരു ലിക്വിഡിൻ്റെ ഉള്ളിലൊരു പോയിന്റ്, ഒരു എച്ച് എന്ന് പറഞ്ഞ ഡെപ്ത്, അതായത് ലിക്വിഡ്, നമ്മൾ ലിക്വിഡ് കൺസിഡർ ചെയ്തതാണ്. നമ്മൾ എന്താണ് ഇതൊക്കെ ഞാനിവിടെ വരയ്ക്കാട്ടോ, നിങ്ങളിവിടെ വരയ്ക്കാട്ടോ. ഒരു ലിക്വിഡ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ലിക്വിഡ് അതിലൊരു പോയിന്റ്, ഇവിടെ ഒരു പോയിൻ്റാണ്. ഇതിലൊക്കെ ലിക്വിഡ് കേട്ടോ, ഇതിലൊക്കെ എന്താണ് ലിക്വിഡാണ്. ഇതൊക്കെ ലിക്വിഡാണ്. ഇതിലൊരു പോയിന്റ് കൺസിഡർ ചെയ്യാം. ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ്, വാട്ട് എവർ ഇറ്റ് ഈസ്. ലിക്വിഡ്, ഓക്കെ, ഒരു ലിക്വിഡാണ്. ഈ ലിക്വിഡിൽ ഇവിടെയുള്ള പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ പ്രഷർ പി എനെക്കാട്ടി കൂടുതലായിരിക്കും. വാട്ട് ബൈ എൻ എമൗണ്ട്? റോ ജി എച്ച് ബൈ എൻ എമൗണ്ട്. റോ ജി എച്ച് കൂടുതലായിരിക്കും. ഈ റോ ജി എച്ച് ഇത് കൂടെ കൂടുതലല്ലേ? ഇപ്പോൾ പി എന്ന് പറയുന്നത് എന്താണ്? പി എ കൂടെ അറ്റ്മോസ്ഫിയർ പ്രഷർ കൂടെ റോ ജി എച്ചും കൂടിയും കൂട്ടിയതല്ലേ? അതാണ് പറഞ്ഞത്. അത്രേ ഉള്ളൂ. സിമ്പിൾ കാര്യങ്ങളാണ്. നമ്മളത് കോംപ്ലിക്കേറ്റഡ് ആക്കാതിരുന്ന എല്ലാം സിമ്പിളാണ്. നമ്മൾ ഒരുപാട് കുറേ വായിച്ച് നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും ഇതെന്താണെന്നൊക്കെ. അങ്ങനെ ചെയ്യാതിരുന്നാൽ നമുക്ക് എല്ലാം സിമ്പിളായിട്ട് മനസ്സിലാക്കാമെന്നുള്ളൂ. ഇത് ജനറലി നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ടോപ്പിക്കായിട്ട് സാധാരണ എല്ലാവരും വരാറില്ല. നമ്മളിപ്പോൾ ഫിസിക്സിലെ വേറെ ടോപ്പിക്സൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷേ ഈ ഒപ്റ്റിക്സ്, ലെൻസിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്ന ഒപ്റ്റിക്സ്, അതേപോലെ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്നൊക്കെ പറയുമ്പോൾ ജനറലി സ്റ്റുഡൻസിനൊരു ഇൻട്രസ്റ്റ് കുറവായതാണ്. ആസ് എ സ്റ്റുഡൻറ്റ് എനിക്കും അത് പഠിക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് കുറവായിരുന്നു. സോ നമ്മൾ എന്ത് ചെയ്യുക, അതൊരു സിമ്പിളായിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ സിമ്പിളായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മാർക്ക് സ്കോർ ചെയ്യാമെന്നുള്ളൂ. മാർക്ക് സ്കോർ ചെയ്യാനെക്കാട്ടിയും കൂടുതൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻട്രസ്റ്റിംഗ് ആയി കൊണ്ടുപോവുക ചെയ്യാം കേട്ടോ. ഇതിൻ്റെ അപ്ലിക്കേഷൻ ലെവലിലോട്ട് പോകുമ്പോൾ, അതായത് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ സംഭവങ്ങളൊക്കെ ഇല്ലേ, ഇതിൻ്റെയൊക്കെ അപ്ലിക്കേഷൻ പാർട്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് പറയാം, അതൊക്കെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരാം. ഹൈഡ്രോളിക് പ്രഷറൊക്കെ വരുമ്പോൾ നമ്മളൊരു കാർ വാഷ് ചെയ്യാനോ റിപ്പയർ ചെയ്യാനോ കൊണ്ടുപോകുമ്പോൾ അതൊക്കെ ഒരു ഹൈറ്റിലോട്ട് പൊന്തിച്ച് നിർത്തുന്നുണ്ടല്ലോ. ആ സംഭവങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ കണ്ടില്ലേ? നമ്മൾ ആ ഇക്വേഷൻ കണ്ടില്ലേ? ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമുക്ക് ഇത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യണത്? എച്ചിനാണ്, ഹൈറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യണുള്ളൂ. ഏരിയ എന്ത് ചെയ്തു? അവിടെ വെട്ടിപ്പോയി. നമ്മൾ നോക്കിയാൽ അറിയാം, ഇവിടെ ഉണ്ടായിരുന്ന ഏരിയ എന്ത് ചെയ്തു? ഇവിടെ ഉണ്ടായിരുന്ന ഏരിയ, അതായത് നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിച്ച ഇതിലുള്ള ഏരിയ എന്താണ്? ക്യാൻസൽ ചെയ്ത് പോയി ഇല്ലേ? ഇതിൽ ഏരിയ ക്യാൻസൽ ചെയ്ത് പോയി. ഈ രണ്ട് ഭാഗത്തുള്ള ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ട്. സോ അത് എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യണുള്ളൂ? ഇപ്പോൾ നമ്മൾ ഫൈനൽ കണ്ടുപിടിച്ച ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ഫൈനൽ കണ്ടുപിടിച്ച ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ കണ്ടോ, എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യണുള്ളൂ? ഹൈറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഇറസ്പെക്റ്റീവ് ഓഫ് ഏരിയ ആണ്. ഏരിയ എന്തായാലും അതൊരു വിഷയമല്ല, അതിൻ്റെ ഹൈറ്റിനെ മാത്രമാണ് അത് ഡിപ്പെൻഡ് ചെയ്യണുള്ളൂ. നമുക്ക് മനസ്സിലായി. സോ അത് വെച്ചിട്ട് നമ്മൾ എന്താ പറയുക, ദ അബ്സല്യൂട്ട് പ്രഷർ ഡിപ്പെൻഡ് ഓൺ ഹൈറ്റ് ഓഫ് എ ഫ്ലൂയിഡ് കോളം. ആ ഫ്ലൂയിഡ് കോളത്തിൻ്റെ, നമ്മളൊരു ഫ്ലൂയിഡ് കോളം എടുക്കുകയാണ്. ആ ഫ്ലൂയിഡ് കോളം, അതായത് നമ്മളൊരു ബീക്കർ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഫ്ലൂയിഡ് കോളം കൊടുത്തിട്ടുണ്ട്. ആ ഫ്ലൂയിഡ് കോളത്തിൻ്റെ ഹൈറ്റിന് മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യണുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ നോക്കണ്ടോ, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഏരിയ, ഏരിയ ഒരു ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ, എന്തിനെ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യണുള്ളൂ? ഹൈറ്റ് ഓഫ് ദ കോളം. അപ്പോൾ കോളത്തിൻ്റെ ഹൈറ്റ്, കോളത്തിൻ്റെ ഹൈറ്റ് ഇവിടെയൊക്കെ സെയിമാണ്. നോക്കി ഇവിടെ ഈ ഹൈറ്റ് തന്നെയാണ് ഇതുവരെയുള്ള ഹൈറ്റ്. അതായത് ഇത് മുതൽ ഇതുവരെയുള്ള ഹൈറ്റ് ഉണ്ടല്ലോ, ഈ ഹൈറ്റ് ഇവിടെ വരെയുള്ള ഹൈറ്റ്, അതായത് ഈ ഹൈറ്റ് എന്ന് പറയുന്നത്, അതായത് ഇത് മുതൽ ഇതുവരെയുള്ള ഹൈറ്റ് ഇവിടെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എല്ലാവരും സെയിം അല്ലേ? നോക്കി ഇത് മുതൽ ഇതുവരെയുള്ള ഹൈറ്റ്, ഇതൊരു 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണ്, ഈ 5 സെൻറ്റിമീറ്റർ ആണ്. സോ എന്താണ് ഇവിടെയുള്ള പ്രഷർ, ഈ പി എന്ന് പറയുന്ന പോയിൻ്റുള്ള പ്രഷർ, അബ്സല്യൂട്ട് പ്രഷർ ഇവിടെയൊക്കെ ഉള്ളതൊക്കെ സെയിം ആണെന്ന് പറയാം. സോ അതിൻ്റെ ഏരിയ നോക്കുകയാണെങ്കിലോ, ഇവിടെ നോക്കി നോക്ക്, അതൊരു വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ അതാണ് എന്തെന്ന് പറയുന്നത്, ഹൈഡ്രോസ്റ്റാറ്റിക്സ് പാരഡോക്സിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അല്ലേ? പിന്നെ ഇതിൻ്റെയൊക്കെ ഷേപ്പൊക്കെ വ്യത്യാസമാണ്. നമ്മളിനി ഇവിടെ വേറൊരു ഷേപ്പും കൂടി വരച്ചു വെച്ചു എന്ന് വിചാരിക്കുക.
നമ്മളിവിടെ ഒരു വേറെ ഷേപ്പ് എന്തെങ്കിലും ഇങ്ങനെയുള്ള ഷേപ്പോ ഇങ്ങനെയുള്ളൊരു ഷേപ്പ് എന്തെങ്കിലുമൊക്കെ വരച്ച് വെച്ച് വിചാരിക്കുക. പക്ഷേ ഇതിൻ്റെ ഹൈറ്റ് സെയിം ആവണ വരെ ഇവിടെ എന്താണ് ഈക്വൽ ആയിരിക്കും അല്ലേ. വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഷേപ്പ് കൊടുത്താലും ഇവിടെ ഇത് കുറച്ചും കൂടി നീട്ടി വരച്ചിട്ട് കുറച്ച് വലിയൊരു ഷേപ്പ് കൊടുത്തു വിചാരിക്കുക. പക്ഷേ ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ ഒരേ ഹൈറ്റിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹൈറ്റ് ലെവൽ ഒന്നായതുകൊണ്ട് ഇവിടെയുള്ള പ്രഷർ എന്ന് പറയുന്നത് ഈ പോയിന്റിൽ ഒരേ ലെവലിലുള്ള പ്രഷർ കിട്ടും. അല്ലാതെ ഇവിടുത്തെ പ്രഷർ നോക്കാൻ പറ്റില്ല. ഇത് ഒരേ ലെവലിലാണെങ്കിൽ ആ പ്രഷറും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതേപോലെ ഇവിടെയുള്ള പ്രഷർ എന്ന് പറയുന്നത് ആ കോളത്തിൻ്റെ ഹൈറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യണുള്ളൂ എന്നാണ് പറഞ്ഞു തന്നത്. സെയിം ഹൊറിസോണ്ടൽ ലെവൽ, ദ ലിക്വിഡ് പ്രഷർ ഈ സെയിം അറ്റ് all point at the same horizontal level. പിന്നെ ചെറിയൊരു നമുക്ക് എന്താ പറയാനുള്ളത്, എന്താ പറയുക, ഒരു പ്രോബ്ലമാണ്. വലിയ പ്രോബ്ലം ഒന്നുമല്ല. വാട്ട് ഈസ് ദ പ്രഷർ ഓൺ എ സ്വിമ്മർ അറ്റ് 10 meter ബിലോ ദ സർഫസ് ഓഫ് എ ലേക്ക്? എന്താ ചോദിച്ചിരിക്കുന്നത്? ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, ചെറിയൊരു ഇക്വേഷനാണ്. വാട്ട് ഈസ് ദ പ്രഷർ ഓൺ സ്വിമ്മർ 10 meter ബിലോ ദ സർഫസ് ഓഫ് എ ലേക്ക്? ഒരു സർഫസ് ഓഫ് ലേക്ക്, ഒരു ലേക്ക് കൺസിഡർ ചെയ്യാണ്. ഒരു ലേക്കിൽ അതിൻ്റെ സർഫസിൽ നിന്ന് 10 meter ബിലോ, 10 meter താഴെയായിട്ടുള്ള ഒരു പോയിന്റിൽ പ്രഷർ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളൊരു ലേക്ക് കൺസിഡർ ചെയ്യുക. ഒരു ലേക്ക് ഉണ്ട്, ഒരു തടാകം, ഒരു ലേക്ക് കൺസിഡർ ചെയ്യാം. ഒരു ലേക്ക് ഉണ്ട്, ഒരു ലേക്ക് കൺസിഡർ ചെയ്യാം. അതിന് താഴെ ഒരു 10 meter എടുത്തിട്ട് അതിലുള്ള അബ്സല്യൂട്ട് പ്രഷർ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏതാണ് ഇക്വേഷൻ മക്കളെ? ഇതാണ് ഇക്വേഷൻ. ഇതാണ് ഇക്വേഷൻ കേട്ടോ, ഇതാണ് ഇക്വേഷൻ. ഓക്കെ, P = PA + ρgh എന്നുള്ള ഇക്വേഷൻ. P എന്താണ്? P നമുക്കറിയാം. P നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ എത്ര പാസ്കലാണ്? 1.01 10⁵ പാസ്കലാണ്. 1.013 പാസ്കലാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു അന്ന്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, എന്ത് ചെയ്യണം, ഈ നമ്മൾ ഒരു പ്രോബ്ലമൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കത് ആവശ്യം വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓർമ്മയില്ലേ? ക്ലാസ്സിൽ പറഞ്ഞ ഓർമ്മയില്ലേ? എവിടെ കിടക്കണം. 1 atm = 1.013 × 10⁵ പാസ്കലാണെന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? ആ ഇക്വേഷനാണ് നമ്മൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. പിയുടെ സ്ഥാനത്ത് അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ അടുത്ത് 1.01 10⁵ പാസ്കലാണ്. അതേപോലെ തന്നെ നമുക്ക് എന്ത് വേണം? റോ വേണം. റോ എത്രയാണ്? വാട്ടറിൻ്റെ റോ എത്രയാണ്? -4°C വാട്ടറിൻ്റെ റോ എത്രയായിരുന്നു? 1000 kg m/3 ആണ്. എന്തായിരുന്നു? 1000 kg 10⁻³ ആണ്. സോ നമ്മളെന്താണ് ആ 10 മീറ്ററും അതേപോലെ 1000 kg m/3 എന്നുള്ള ഡെൻസിറ്റി വാല്യൂ നമ്മളെവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്? നമ്മൾ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. രണ്ട് വാല്യൂസും നമ്മൾ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ജി എത്രയും നമ്മളിതിൽ തന്നിട്ടുണ്ട്? 10 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതിലെന്താണ് 10 ആണെന്ന് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ വേണം ടേക്ക് ജി 10 ആയിട്ട് നമ്മളെടുത്തു. m/s/2. അപ്പോൾ നമ്മൾ ജിയുടെ വാല്യൂ കൊടുത്തു. ഓക്കെ, m/s ആണ്, അത് നമ്മൾ കൊടുത്തു. അപ്പോൾ കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് കിട്ടി? 1.01 × 10⁵ + 1 × 10⁵. 1 2 3 5. അപ്പോൾ ഇത് ടോട്ടൽ ചെയ്തപ്പോൾ 10⁵ എന്ന് കിട്ടും. അപ്പോൾ നമുക്കറിയാം നമ്മൾ 10⁵ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അതായത് ഈ 10⁵ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. ഓക്കെ, ഇതിൽ 10⁵ 10⁵ വന്നില്ലേ? ഈ 10⁵ കോമൺ ആയി പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? 1 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? 1 + 1 + 1.01 1 + 1.01 എന്ന് വരും. ഇൻറ്റു
10⁵ എന്ന് വരില്ലേ, ഇൻറ്റു 10⁵ എന്ന് വരും. അപ്പോൾ ഈ 1 + 1.01 എത്ര, 1 + 1.01 എത്ര വരും അടുത്ത സ്റ്റെപ്പിൽ വരുമ്പോൾ എന്ത് വരും, അടുത്ത സ്റ്റെപ്പിൽ വരുമ്പോൾ എത്ര വരും 2.01 വരും. 2.01 ഇൻറ്റു 10⁵ എന്ന് വരും. 2.01 ഇൻറ്റു 2.01 ഇൻറ്റു 10⁵ എന്ന് വരും. ഇത്രയും പാസ്കലാണ്. ഇൻറ്റു 10⁵ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വരാം, 10⁵ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് അത് ATM ആവും. 2 ATM നമുക്ക് നിയർലി 2 ATM നമുക്ക് എഴുതാം. നിയർലി 2 ATM എന്നുള്ള കാര്യം നമുക്ക് എഴുതാം. കണ്ടോ, ഇതാണ് അതിൻ്റെ എന്ത് പറയണത് ആ പ്രോബ്ലം. ചെറിയൊരു പ്രോബ്ലമാണ്. പറ്റുകയാണെങ്കിൽ നമ്മൾ ഈ ചാപ്റ്റർ അതിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ അവസാനം കുറച്ച് പ്രോബ്ലംസ് മാത്രം സെക്ഷൻ മാത്രമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അടുത്ത ടോപ്പിക്ക് അറ്റ്മോസ്ഫിയർ പ്രഷർ. നമ്മൾ ഫസ്റ്റ് ഇതിൽ കൊടുത്തതാണ്, പറഞ്ഞതാണ്, ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്, പാർട്ട് 1 നമ്മൾ പറഞ്ഞാണ്, ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ് എന്താണ് അറ്റ്മോസ്ഫിയർ പ്രഷർ. പ്രഷർ എക്സേർട്ടഡ് ബൈ ദ അറ്റ്മോസ്ഫിയർ ഓൺ ദ സീ ലെവലിൽ നമുക്ക്, അതായത് നമ്മൾ സീ ലെവൽ കൺസിഡർ ചെയ്യുക. സീ ലെവൽ പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രനിരപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ കൊടുക്കണ പ്രഷർ ആണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ. എത്രത്തോളം പ്രഷർ, ഇവിടെ ചുറ്റും അറ്റ്മോസ്ഫിയർ അല്ലേ, ഇവിടെ മൊത്തം അറ്റ്മോസ്ഫിയറാണ്, ഈ ഭാഗത്തൊക്കെ അറ്റ്മോസ്ഫിയറാണ്. ഈ അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യേണ്ടത്, ഈ സീ ലെവലിൽ കൊടുക്കണ പ്രഷർ എത്രത്തോളം, സമുദ്രനിരപ്പിൽ എത്രത്തോളം പ്രഷർ കൊടുക്കുന്നുണ്ട്, ആ പ്രഷറിനെ നമ്മൾ എന്ത് പറയുക, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയാം. ഇത് ചിലപ്പോൾ എന്ത് ചെയ്യും, 1 വേർഡ് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചിലപ്പോൾ ചോദിക്കും. ഓക്കെ, 1 വേർഡ് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് എക്സാമിന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഇറ്റ് ഇസ് എ പ്രഷർ എക്സേർട്ടഡ് ബൈ അറ്റ്മോസ്ഫിയർ അറ്റ് സീ ലെവൽ. ദ പ്രഷർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ, ഡിഫൈൻ അറ്റ്മോസ്ഫിയർ പ്രഷർ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, സിമ്പിളായിട്ട് നമുക്ക് എഴുതാന്നുള്ളൂ. ദ പ്രഷർ ഓഫ് അറ്റ്മോസ്ഫിയർ അറ്റ് എനി പോയിന്റ് ഈസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് എ കോളം ഓഫ് എയർ ഓഫ് ഇറ്റ്സ് യൂണിറ്റ് ക്രോസ് സെക്ഷൻ ഏരിയ എക്സ്റ്റെൻഡിങ് ഫ്രം ദ പോയിന്റ് ടു ദ ടോപ്പ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ഒന്നുമില്ല, കേൾക്കുമ്പോൾ എന്താ വലിയ സംഭവം തോന്നും, ഒന്നുമില്ല, ഒരു പോയിന്റിൽ അനുഭവപ്പെടുന്ന അറ്റ്മോസ്ഫിയർ പ്രഷർ എന്താണ്, ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സാണ് എന്ത്, പ്രഷർ. അപ്പോൾ ആ പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്, എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളം ഓഫ് വെയിറ്റ്, അതായത് നമ്മൾ പറഞ്ഞ് കൺസിഡർ ചെയ്യാം. നമ്മളിവിടെ സീ ലെവൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ സീ ലെവൽ കൺസിഡർ ചെയ്യാം. ഇതാണ് സീ ലെവൽ എന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മളെന്താ പറഞ്ഞ്, നമ്മളെന്ത് ചെയ്യാണ്, സീ ലെവൽ കൺസിഡർ ചെയ്യാണ്. ആ സീ ലെവലിൽ അനുഭവപ്പെടുന്ന ഒരു കോളം ഓഫ് വെയിറ്റ്, അതായത് പ്രഷർ അറ്റ്മോസ്ഫിയർ പോയിന്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് എ കോളം ഓഫ് എയർ. ഒരു കോളം ഓഫ് എയർ കൺസിഡർ ചെയ്യാം. ഇതിൽ നിറച്ച എയർ, ഈ എയറിൽ അതിൽ അനുഭവപ്പെടുന്ന വെയിറ്റാണ്, ഈ കോളം ഓഫ് എയർ നിറച്ച എയറാണ് കൺസിഡർ ചെയ്യാം. ഓക്കെ, എയറാണ് കൺസിഡർ ചെയ്യാം. ഈ എയർ കോളം ഓഫ് വെയിറ്റ് ഇതിൽ അനുഭവപ്പെടുന്നത്, ആ കോളം എവിടെ വരെ എക്സ്റ്റെൻഡ് ആവുന്നുണ്ട്, ആക്ടിവിറ്റി ഫ്രം ദ പോയിന്റ് ടു ദ ടോപ്പ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ഈ പോയിന്റ് മുതൽ അറ്റ്മോസ്ഫിയർ എവിടെയാണ് അവസാനിക്കുന്നത്, ആ ടോപ്പ് വരെയുള്ള ആ ഒരു കോളം ഓഫ് എയർ കൺസിഡർ ചെയ്യുക. എയർ ഇതിൽ കൊടുക്കണം, ആ വെയിറ്റ്, ആ കോളം ഓഫ് എയറിൻ്റെ വെയിറ്റ്, ഇപ്പോൾ പെടുന്ന വെയിറ്റാണ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ കോളം ഓഫ് എയർ അനുഭവപ്പെടുന്ന പ്രഷറാണെന്ന് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത്. അതെന്താണ്, ആ കോളം ഓഫ് എയർ എവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, ടോപ്പ് മുതൽ അത് നമ്മൾ കൺസിഡർ ചെയ്യണേ. ടോപ്പ് മുതൽ ഇതിലൊരു പോയിന്റ് വരെ ഒരു കോളം ഓഫ് എയർ കൺസിഡർ ചെയ്യാം. ഈ കോളം ഓഫ് എയറിൽ എത്രത്തോളം, ഇവിടെ ഓപ്പൺ ആണ്, മുകളിൽ ഓപ്പൺ ആണ് കേട്ടോ. കോളം ഓഫ് എയറിൽ എത്രത്തോളം എയർ ഉണ്ട്, ആ എയറിൻ്റെ വെയിറ്റ് ഇവിടെ അനുഭവപ്പെടുന്നതിൻ്റെ താഴെ അനുഭവപ്പെടുന്ന ആ വെയിറ്റാണ് എന്ത്, ആ വെയിറ്റ് എന്താണ്, ക്രോസ് സെക്ഷൻ എക്സൽ ടു ദ വെയിറ്റ് ഓഫ് എ കോളം ഓഫ് എയർ ഫ്രം ദ ടോപ്പ് ഓഫ് ദ എക്സ്റ്റെൻഡ് ഫ്രം ദ ടു ദ ടോപ്പ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ഇതിൻ്റെ താഴെ മുതൽ
ഈ താഴെ മുതൽ താഴെ മുതൽ ഇവിടെ നിന്ന് താഴെ മുതൽ ഈ ടോപ്പ് വരെയുള്ള ഹൈറ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്യണത്. അതായത് ഇവിടെ എന്താണ്, ഇവിടെ എൻഡ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ, ഈ ഭാഗത്ത് എന്താണ് അറ്റ്മോസ്ഫിയർ തീരുകയാണ്. ഇതായുള്ള ഹൈറ്റിനാണ് നമ്മൾ എന്ത് ചെയ്യണത്, അതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത്. അത് എത്ര നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 180 MB = 1.013 × 10⁵ പാസ്കലാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അറിയാം, നമ്മൾ മെർക്കുറി ബാരോമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിവൈസിനെ കുറിച്ചിട്ട്, ഒരു എക്യുപ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് എന്തിനാണ് ലാബിലോ നമ്മൾ കാര്യങ്ങൾ സാധാരണ ഉപയോഗിക്കാറ്, എന്തിനാണ്, എത്രത്തോളം അറ്റ്മോസ്ഫിയർ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിൻ്റെ പ്രിൻസിപ്പിൾ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെന്താണ് ബീക്കർ എടുത്തു. ആ ബീക്കറിൽ നമ്മൾ എന്തെടുത്തു, മെർക്കുറി എടുത്തു. നമ്മളെന്താ എടുക്കുന്നത്, മെർക്കുറി കോളമാണ് എടുക്കുന്നത്. നമ്മൾ മെർക്കുറി എടുത്തു. അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്തു, മെർക്കുറി ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ടെസ്റ്റ് ട്യൂബ് അങ്ങനെ തിരിച്ചു വയ്ക്കുക. കണ്ടോ, നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് അങ്ങനെ തിരിച്ചു വയ്ക്കുക. കണ്ടോ, ടെസ്റ്റ് ട്യൂബ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, തിരിച്ച് വയ്ക്കുകയാണ്. ടെസ്റ്റ് ട്യൂബ് നമ്മൾ അങ്ങനെ തിരിച്ചു വയ്ക്കുക. ടെസ്റ്റ് ട്യൂബ് അങ്ങനെ തിരിച്ചു വയ്ക്കുമ്പോൾ എന്ത് ചെയ്യും, ആ ടെസ്റ്റ് ട്യൂബ് ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് വരെ മെർക്കുറി റൈസ് ചെയ്തിട്ട് അവിടെ നിൽക്കും. ഓക്കെ, ഒരു H ഹൈറ്റ് വരെ നിൽക്കും. അവിടെ മുകളിൽ ചെറിയൊരു ഗ്യാപ്പ് കാണും, അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. ഒരു ഹൈറ്റ് വരെ കയറിയിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ എന്താണ്, ആ ലെവൽ നോക്കി നോക്കുക. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, ഇവിടെ ഒരു മെർക്കുറി ലെവൽ കണ്ടോ, ഇവിടെ ഒരു മെർക്കുറി ലെവൽ കണ്ടോ, ഈ ലെവൽ കണ്ടോ. ഈ മെർക്കുറി ലെവലിൻ്റെ ഭാഗത്ത് ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിലായിട്ടൊരു പോയിൻ്റ് നമ്മൾ കൺസിഡർ ചെയ്തു. പോയിൻ്റ് എ, അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മളൊരു പോയിൻ്റ് കൺസിഡർ ചെയ്തു. ആ പോയിൻ്റാണ് എന്ത്, പോയിൻ്റ് എ. കണ്ടോ, പോയിൻ്റ് എ. അതേ ലെവലിൽ പുറത്തായിട്ട് നമ്മളൊരു പോയിൻ്റ് കൺസിഡർ ചെയ്തു. ആ പോയിൻ്റാണ് ബി. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ പോയിൻ്റ് എ, പോയിൻ്റ് ബി, 2 പോയിൻറ്റ്സ് കൺസിഡർ ചെയ്തു. നമ്മളിങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി, 2 പോയിൻ്റ് എ, പോയിൻ്റ് ബി കൺസിഡർ ചെയ്തു. ഈ പോയിൻ്റ് എയും പോയിൻ്റ് ബിയും ഒരേ ലെവലിലായതുകൊണ്ട് തന്നെ എന്തായിരിക്കും, അവിടുത്തെ പ്രഷറും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇതൊരു കോളമല്ല, നോട്ട് ദാറ്റ് പോയിൻറ്റ്. നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ ഹൈറ്റ് നോക്കുമ്പോൾ ഒരു കോളമല്ല, ഇതൊരു മെർക്കുറി, സീൽഡ് മെർക്കുറിയാണ്. ഇറ്റ്സ് നോട്ട് ഇൻ കോണ്ടാക്ട് വിത്ത് എയർ, സീൽഡ് മെർക്കുറിയാണ്. ഓക്കെ, അവിടെ ആ ടെസ്റ്റ് ട്യൂബ് സീൽഡാണ്, മുകളിൽ ഓപ്പൺ അല്ല. സോ ഈ എയും ബിയിലുള്ള പ്രഷർ എന്താണ്, സെയിം ആണ് നമുക്കറിയാം. കാരണം ഒരേ ലെവലിലാകുമ്പോൾ എന്ത് ചെയ്യും, പ്രഷർ സെയിം ആയിരിക്കും. സോ നമുക്ക് എന്താ പറയുക, പ്രഷർ അറ്റ് എ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രഷർ അറ്റ് ബി ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് എ എന്ന് നമുക്ക് എഴുതി കൂടെ. പ്രഷർ അറ്റ് ബി ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് എ എന്ന് എഴുതാം. അതിന് മുന്നേ മാർക്ക് ചെയ്ത് മാറി. പ്രഷർ അറ്റ് ഇൻസൈഡ് കോളം അറ്റ് പോയിൻ്റ് എ ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് ദ പോയിൻ്റ് ബി എന്നുള്ള കാര്യം നമുക്ക് എഴുതാം. ഓക്കെ, എഴുതി കൂടെ. പ്രഷർ അറ്റ് ഇൻസൈഡ് എ കോളം അറ്റ് എ ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് പോയിൻ്റ് ബി വിച്ച് ഈസ് അറ്റ് ദ സെയിം ലെവൽ ആയതുകൊണ്ട് തന്നെ പ്രഷർ ഒരേ ലെവലിലുള്ള പ്രഷർ ഇതായിരിക്കും. നമ്മൾ പഠിച്ചിട്ടില്ലേ, പ്രഷർ മുകളിലേക്ക് പോകുമ്പോൾ വരുന്ന വേരിയേഷൻ. അതുകൊണ്ട് പ്രഷർ കുക്കർ പെട്ടെന്ന് ബോയിലാവണ കാര്യം, പ്രഷർ കുക്കറിൻ്റെ യൂസും, അതേപോലെ തന്നെ വെള്ളം മുകളിലത്തെ എത്തുമ്പോഴേക്കിൻ്റെ പ്രഷറിൻ്റെ വേരിയേഷൻ കാരണം തിളപ്പിക്കുന്ന കാര്യം. അപ്പോൾ ഒരേ ലെവലിൽ എന്താണ് പ്രഷർ സെയിം ആയിരിക്കും. സീ ലെവലിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ തന്നെ ഡിഫറൻസ് ഒക്കെ നമ്മൾ പഠിച്ചു. അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലായി, അറ്റ്മോസ്ഫിയർ പ്രഷർ ഒരേ ലെവലിൽ എന്താണ് ഈ സെയിം ആയിരിക്കും. ഓക്കെ, എയും ബിയിലുള്ള പ്രഷർ ഈക്വലാണ്. അപ്പോൾ പ്രഷർ ബി ഈക്വൽ ടു പി എ, അറ്റ്മോസ്ഫിയർ പ്രഷർ പി എ. പ്രഷർ അറ്റ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. കാരണം ബി എന്താണ്, ബിയുടെ ഡയറക്റ്റ് എന്താണ്, ബിയുടെ മുകളിൽ എന്താണ് പ്രഷറാണ് വരുന്നത്. നോക്കിയോക്ക്, ഇതുണ്ടോ, ബി എന്താണ്, നോക്കിയോക്ക്, ബി എക്സ്പോസ്ഡ് ടു അറ്റ്മോസ്ഫിയർ ആണ് അല്ലേ. ബി അറ്റ്മോസ്ഫിയറോട്ട് എക്സ്പോസ്ഡ് ആണ്. കണ്ടോ, ബി അറ്റ്മോസ്ഫിയറായിട്ട് എക്സ്പോസ്ഡ് ആണ്. കണ്ടോ, ബിക്ക് നേരെ എന്താണ് പ്രഷർ വരുന്നുണ്ട്. എന്തിൻ്റെ പ്രഷറാണ് വരുന്നത്, അറ്റ്മോസ്ഫിയറിൻ്റെ പ്രഷറാണ് ബിക്ക് ഡയറക്റ്റ് വരുന്നത്. അപ്പോൾ എന്താണ്, ബി എന്താണ് എക്സ്പോസ്ഡ് ടു അറ്റ്മോസ്ഫിയറാണ് അല്ലേ. ബി എന്താണ് അറ്റ്മോസ്ഫിയറായിട്ട് എക്സ്പോസ്ഡാണ്. സോ നമുക്ക് എന്ത് പറയാം, പ്രഷർ അറ്റ് ബി എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ പ്രഷറാന്ന് പറയാം. പ്രഷർ അറ്റ് എ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ρGH നിങ്ങൾ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രഷർ അറ്റ് എ കാൽക്കുലേറ്റ് ചെയ്തൂടെ. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, അറ്റ്മോസ്ഫിയർ പ്രഷർ കണ്ടുപിടിക്കുക. ഇവിടെ എന്തുകൊണ്ടാണ് ρGH മാത്രം വന്നത്, ρGH വന്നത് എന്തുകൊണ്ടാണ് P0 അറ്റ്മോസ്ഫിയർ പ്രഷർ വരാത്തത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ. നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ എന്തായിരുന്നു, ഒരു ഡെപ്തിലുള്ള പ്രഷറിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, മറന്നുപോയോ,
അറ്റ്മോസ്ഫിയർ പ്രഷർ പ്ലസ് റോ ജി എച്ച് അല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്. ഇവിടെ എന്തുകൊണ്ടില്ല പി എന്താ മാത്രമേ, എന്തുകൊണ്ട് റോ ജി എച്ച് മാത്രം വന്നു? ഇവിടെ എന്തുകൊണ്ട് ശ്രദ്ധിച്ചോ നിങ്ങൾ? അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. റോ ജി എച്ച് മാത്രമല്ലേ വന്നുള്ളൂ. ഈ സാധനം എന്താ വന്നില്ലല്ലോ? ഈ സാധനം വന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് വരാത്തത്? എന്തുകൊണ്ടായിരിക്കും വരാത്തത്? കാരണം എന്താ? ഞാൻ പറഞ്ഞില്ലേ, ഇത് ക്ലോസ്ഡാ. ശ്രദ്ധിച്ചോ? ഇവിടെ എന്താണ്? സീൽഡാ. കണ്ടോ? ഈ ബാട്ടിൽ സീൽഡാ. അതുകൊണ്ട് എന്താണ് ഇവിടെ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്ന പ്രഷർ എന്തില്ല? പ്രഷർ ഇല്ല. അതായത് ഇവിടെ പ്രഷർ കൊടുക്കാൻ പറ്റണില്ല. കണ്ടോ? ഇവിടെ പ്രഷർ കൊടുക്കാൻ പറ്റണില്ല. ഇവിടെ സീൽഡാ. ഓക്കെ. പക്ഷെ അവിടെ മുകളിൽ ചെറിയൊരു എം ടി പോർഷൻ ഉണ്ട്. അവിടെ എന്താണ്? മെർക്കുറി വേപ്പർ ഉണ്ട്. ആ മെർക്കുറി വേപ്പർ അതിൽ കൊടുക്കുന്ന പ്രഷർ, അതായത് ഇവിടെ ചെറിയ കോളം കണ്ടോ? അതിൻ്റെ മുകളിൽ എന്താണ്? മെർക്കുറി വേപ്പർ അവിടെ ഒരു പ്രഷർ കൊടുക്കണം. മെർക്കുറി വേപ്പർ കൊടുക്കുന്ന പ്രഷർ, അതായത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഇതുണ്ട് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ഈ ഗ്യാപ്പിൽ മെർക്കുറി, അതായത് ആ പി എന്ന് പുറത്തെ പൊസിഷനിൽ ചെറിയൊരു പ്രഷർ കൊടുക്കുക. കണ്ടോ? ഇവിടെ ഞാൻ ഈ കറുപ്പിച്ച ഭാഗത്ത് കുറച്ച് ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അവിടെ എന്താണ്? മെർക്കുറി വേപ്പറാണ്. ആ മെർക്കുറി വേപ്പർ അതിൽ കൊടുക്കുന്ന പ്രഷർ നമ്മൾ എന്ത് ചെയ്യാണ്? നെഗ്ലക്റ്റ് ചെയ്ത് കളയാം. ഫിസിക്സിൽ അങ്ങനെയാണ്. ചില കാര്യങ്ങൾ വളരെ ചെറിയ വാല്യൂ അതിലൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യണില്ല എന്ന് തോന്നുകയാണെങ്കിൽ, നമുക്കൊരു ഇക്വേഷനിൽ വളരെ മൈന്യൂട്ട് വാല്യൂ ആണ്, അതിലേക്കൊന്നും പ്രത്യേകിച്ച് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കത് നെഗ്ലക്റ്റ് ചെയ്ത് കളയാം. കാരണം അത് ആഡ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യം നമുക്ക് കിട്ടണില്ല. ചില കേസസിൽ ഞാൻ ജനറലൈസ് ചെയ്ത് പറയല്ല, നെഗ്ലക്റ്റ് ചെയ്ത് ചെയ്യാറാണ് പതിവ്. പക്ഷെ ഭയങ്കര ഒരു നമ്മളെ സൂക്ഷിച്ച് ഭയങ്കര മെഷർമെൻ്റൊക്കെ എടുക്കുന്ന കേസിൽ ഓരോ പോയിൻറ്റും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. ഫിസിക്സിൽ അങ്ങനെയാണ് കാര്യങ്ങൾ. പ്രിസൈസായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ മെഷർ ചെയ്യുക. ചില ഫീൽഡിലൊക്കെ ചെന്നാൽ നമ്മൾ പ്രിസൈസ് മെഷർമെൻ്റൊക്കെ എടുക്കും. +1 ലെവലല്ല, +2 ലെവലും അല്ല. നമ്മളൊരു MSc BSc ഒക്കെ ലെവലിൽ എത്തുമ്പോൾ നമ്മൾ പ്രിസൈസായി മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ പോയിൻറ്റും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് നെഗ്ലക്റ്റ് ചെയ്ത് കളയാറില്ല. ഓക്കെ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്താണ്? നെഗ്ലക്റ്റ് ചെയ്തിട്ട് കളയാണ് ചെയ്തത്. ഓക്കെ, അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പ്രഷർ അറ്റ് A = റോ ജി എച്ച് എന്ന് വിചാരിച്ചു. അപ്പോൾ PA = റോ ജി എച്ച് എന്ന് എഴുതിക്കൂടെ? കാരണം എന്തുകൊണ്ടാണ് PA = റോ ജി എച്ച് എന്ന് എഴുതാൻ പറ്റിയ എന്താ? ഇത് രണ്ട് ഈക്വലാണ്. അപ്പോൾ ഇതും കണ്ടുപിടിച്ചു, അതേപോലെ ഇതും കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? PA = റോ ജി എച്ച് എന്നുള്ള ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും. അതായത് അറ്റ്മോസ്ഫിയർ പ്രഷർ = റോ ജി എച്ച്. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹൈറ്റ് എത്രത്തോളം സീ ലെവലിൽ നിന്ന് ആ ഹൈറ്റാണത് റോ ജി എച്ച്. ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മുടെ മെർക്കുറി പാരാമീറ്റർ പ്രവർത്തിക്കുന്നത്. അറ്റ് സീ ലെവൽ H 70 സെൻറ്റിമീറ്റർ ആൻഡ് ഈസ് ഇക്വൽ ടു 1 atm. ആ സീ ലെവലിൽ Hൻ്റെ ഹൈറ്റ് എന്തായിരിക്കും? 76 സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും. ആൻഡ് ഈസ് ഇക്വൽ ടു 1 atm പ്രഷർ. 72 സെൻറ്റിമീറ്ററിൽ എത്ര പ്രഷറാണ് അനുഭവപ്പെടുന്നത്? ഇറ്റ്സ് ഈക്വൽ ടു 1 atm പ്രഷർ. ഓക്കെ, 1 atm പ്രഷറിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. സിമ്പിളായ കാര്യമാണ്, നമ്മളത് കണ്ടുപിടിച്ചു. പിന്നെ ഡിഫറെൻറ്റ് യൂണിറ്റ് ഓഫ് പ്രഷറാണ്. ഇത് നിങ്ങളെ NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെറുതെ അതിങ്ങനെ വായിച്ചു ഒരു കാര്യമില്ലല്ലോ. ഇത് കണ്ടോ, ഈ സംഭവം തന്നെ NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ നോട്ട്സ് HSS ലൈവിലൊക്കെ കിട്ടുന്ന നോട്ട്സാണ്. ഞാൻ ഉപയോഗിക്കുന്ന HSS ലൈവിലെ നോട്ട്സാണ്. ഓക്കെ, ആ നോട്ട്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? ഈ സാധനം നോക്കി പഠിച്ചു വയ്ക്കാം. ഇതിൽ നമ്മൾ ATMഉം പാസ്കലും 1 bar ഓഫ് പ്രഷറും പാസ്കലുമാണ് സാധാരണ ഉപയോഗിക്കാറ്. എങ്കിലും ഇത് നോക്കി വയ്ക്കുക. ചിലപ്പോൾ 1 word ചോദിക്കാം. 1 word എന്ത് ചോദിക്കാം? 1 word ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാം. 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ. 2 മാർക്കിനല്ല 1 മാർക്കിനൊക്കെ ചോദിക്കാം. അല്ലാതെ ചിലപ്പോൾ ഈ 1 ടോറിൽ കണ്ടുപിടിക്കാനോ 1 ബാറിൽ കണ്ടുപിടിക്കാനോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടി വരും. സോ പ്രിപ്പയർ ഫോർ ദ വേസ്റ്റ് സിറ്റുവേഷൻ. ഓക്കെ, ഏറ്റവും എല്ലാ പോസിബിലിറ്റിക്കും വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മാർക്ക് സ്കോർ ചെയ്യാനല്ല, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിത് മനസ്സിലാക്കലാണ് ഇമ്പോർട്ടൻറ്റ്. ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. നമ്മളൊരു കാണാപ്പാഠം പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് അത് തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ബബ്ബ എഴുതി വയ്ക്കേണ്ടി വരും. സോ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. ഇത് മെർക്കുറിയെ പോലെ തന്നെ വേറൊരു ഡിവൈസാണ്. മെർക്കുറി പാരാമീറ്റർ പോലെ തന്നെ ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ എന്ന് പറയും. ഇവിടെ എന്താണ്? ഒരു ഭാഗം എക്സ്പോസ്ഡ് ആണ്. ശ്രദ്ധിച്ചോ?
ഇവിടെ എന്താണ് ഒരു ഭാഗം എക്സ്പോസറാണ്, കണ്ടോ ഈ ഭാഗം എക്സ്പോസറാണ്, ഈ ഭാഗം എന്താണ് എക്സ്പോസറാണ്. അപ്പോൾ ഇവിടെ നിന്ന് പ്രഷർ ഈ ഭാഗത്ത് അനുഭവപ്പെടേണ്ട എന്താണ് പി ആയിരിക്കും, എന്താണ് പി എ ആയിരിക്കും, അതായത് അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിരിക്കും. സോ അതിൻ്റെ അപ്പുറത്ത് ഇതങ്ങനെ ഒരു യു ഷേപ്പ് ഉണ്ട്, ഈ സൈഡ് പി, ഈ ഭാഗം എങ്ങോട്ടാണ് കണക്ട് ചെയ്യണത്, നമുക്ക് അറിയേണ്ട പ്രഷർ എവിടെയാണോ അങ്ങോട്ടാണ് കണക്ട് ചെയ്യണത്. എന്നിട്ട് നമ്മൾ ആ പ്രഷർ മെഷർ ചെയ്യാണ്. അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 പോയിൻറ്റ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്, എയും ബിയും. ബിയിലെ പ്രഷർ എന്ന് പറയുന്നത് എയിലുള്ള പ്രഷറിന് ഈക്വൽ ആയിരിക്കും അല്ലേ, കാരണം രണ്ടും എന്താണ് ഒരേ ലെവലിലാണ്, ശ്രദ്ധിച്ചോ രണ്ടും ഒരേ ലെവലിലാണ്, ലെവലിലായതുകൊണ്ട് അതിൻ്റെ പ്രഷർ എന്താണ് ഈക്വൽ. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് യു ട്യൂബ് കണ്ടെയ്നിങ് എ സ്യൂട്ടബിൾ ലിക്വിഡ്, ഹൗ ലോ ഡെൻസിറ്റി ലിക്വിഡ് ഫോർ മെഷറിങ് സ്മാൾ പ്രഷറൊക്കെ മെഷർ ചെയ്യാൻ നമ്മൾ പ്രഷർ ഡിഫറൻസ് ആണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഓപ്പൺ മാനർ യൂസ്ഡ് ഫോർ മെഷറിങ് ഗേജ് പ്രഷർ ഫോർ പ്രഷർ ഡിഫറൻസ്. P1 മൈനസ് ഗേജ് പ്രഷർ നമ്മൾ നേരത്തെ അവിടെ കണ്ടുപിടിച്ചു, P1 മൈനസ് P1 മൈനസ് P2 ആ ഇക്വേഷൻ ഓർമ്മയില്ലേ, ഫസ്റ്റ് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത ഇക്വേഷൻ ഗേജ് പ്രഷർ. അത് കഴിഞ്ഞ് നമ്മൾ അബ്സല്യൂട്ട് പ്രഷർ കണ്ടുപിടിച്ചു. ഒന്ന് റിവൈസ് അടിച്ച് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. ആദ്യം മുതൽ ഒന്നും കൂടി വീഡിയോ ഒന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഇത് പറയുമ്പോൾ ഒന്നുകൂടി ആദ്യം മുതൽ ഒന്ന് വീഡിയോ ഒന്ന് റിവൈസ് ചെയ്ത് കേൾക്കുക, ഒരു 1.5x ഇട്ട് കേൾക്കുക, അപ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. ഓക്കെ, മനസ്സിലാവണ വരെ കേൾക്കുക. PA മൈനസ് PA ഒരു പ്രഷർ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഫോർ ലാർജ് പ്രഷർ ഡിഫറൻസിന് സ്മാൾ പ്രഷർ ലോ ഡെൻസിറ്റി ലിക്വിഡ്സ് ആണ് ഉപയോഗിക്കുക. സ്മാൾ പ്രഷർ ഡിഫറൻസ് ആണെങ്കിൽ, ഹൈ പ്രഷർ ഡിഫറൻസ് ആണ് നമ്മൾ എന്താ ഉപയോഗിക്കുക ഹൈ ഡെൻസിറ്റി ലിക്വിഡ്സ് ആയിട്ടുള്ള മെർക്കുറിയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. മനസ്സിലായോ? നമ്മൾ കണ്ടോ സച്ച് എസ് ഓയിൽ, ലോ ഡെൻസിറ്റി ലിക്വിഡ്സ് ആയിട്ടുള്ള ഓയിലൊക്കെ ഉപയോഗിക്കുക ഫോർ മെഷറിങ് സ്മാൾ പ്രഷർ ഡിഫറൻസസ്. ഫോർ ഹൈ ഡെൻസിറ്റി ലിക്വിഡ്സ് സച്ച് എസ് ഫോർ എ ലാർജ് പ്രഷർ ഡിഫറൻസ് സച്ച് എസ് മെർക്കുറിയൊക്കെയാണ് ഉപയോഗിക്കുക ലാർജ് പ്രഷർ ഡിഫറൻസിൽ. സോ ഇതെങ്ങനെ പ്രവർത്തിക്കും? ഓക്കെ, എയിലും ബിയിലും പ്രഷർ ഈക്വലാന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ പ്രഷർ അറ്റ് എ നമുക്ക് പി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മളുടെ മെയിൻ ഇക്വേഷൻ, നമ്മളെല്ലായിടത്തും കൊണ്ടുപോകണം നമ്മുടെ മെയിൻ ഇക്വേഷൻ ഏത്? ഈ ഇക്വേഷൻ കണ്ടോ, P = PA + ρgh എന്നുള്ള ഇക്വേഷൻ. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രഷർ അറ്റ് എ = പ്രഷർ അറ്റ് പോയിൻറ്റ് ബി. പ്രഷർ അറ്റ് ബിയിൽ എന്താണ്? P = പ്രഷർ അറ്റ് പോയിൻറ്റ് ബി എന്താ? P = PA + ρgh എന്നുള്ള പ്രഷറാണ്. കാരണം ഇവിടെ എങ്ങനെ പി എങ്ങനെ വന്ന്, ഇവിടെ പി എങ്ങനെ വന്ന്, നേരത്തെ പി എ വന്നില്ല, ഇവിടെ പി എ വന്നു. എന്തുകൊണ്ടാണ് വന്ന്? സിമ്പിൾ, ഇവിടെ ഓപ്പൺ അല്ലേ, ഈ പാർട്ടിൽ ഓപ്പൺ അല്ലേ, ഇവിടെ ഓപ്പൺ അല്ലേ, കേട്ടോ ഇവിടെ ഓപ്പണാണ്. ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് എന്താണ് അറ്റ്മോസ്ഫിയർ പ്രഷർ വരുന്നുണ്ട്. സോ നമുക്ക് ρgh എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? P = പ്രഷർ അറ്റ് P = PA + ρgh ആണ്. ഈ പ്രഷർ ഈക്വൽ, ഇവിടുത്തെ പ്രഷർ P ആണെന്ന് വിചാരിക്കുക. ഇവിടുത്തെ പ്രഷർ എയിലുള്ള പ്രഷർ നമ്മൾ എന്ത് കൊടുത്തു? എയിലുള്ള പ്രഷർ ബാക്കിലുള്ള പ്രഷർ നമ്മൾ എന്താണ് P ആണെന്ന് കൊടുത്തു. ഇവിടുത്തെ പ്രഷർ നമുക്ക് എന്താ ആ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിച്ചൂടെ? അവിടെ ഓപ്പണുമാണ്, H ഹൈറ്റുമാണ്, ρgh എന്നുള്ള ഇക്വേഷൻ ഓപ്പൺ ആയതുകൊണ്ട് P എയും വരും. നേരത്തെ അവിടെ മെർക്കുറി പാരാമീറ്റർ അത് ഓപ്പൺ ആയിരുന്നില്ല, അപ്പോൾ P വരില്ല. സിമ്പിളായ ലോജിക്ക്. അപ്പോൾ ആ ഉപയോഗിച്ച് ഈക്വലായിട്ട് കൊടുത്തു. സോ P - PA പുറത്തോട്ട് കൊണ്ടുവന്നു. ദ ഗേജ് പ്രഷർ അല്ലെങ്കിൽ പ്രഷർ ഡിഫറൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു മാനോമീറ്റർ ഹൈറ്റ്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. അത് എന്തിന് പ്രൊപ്പോർഷനാണ്? ഗേജ് പ്രഷർ P - PA എന്തിന് പ്രൊപ്പോർഷനാണ്? ഹൈറ്റിന് പ്രൊപ്പോർഷനാണ്. ഓക്കെ, ഈ കാര്യം നമുക്ക് മനസ്സിലായി. സിമ്പിളായിട്ട കാര്യമാണ്. ഇത് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഡെൻസിറ്റി ഓഫ് അറ്റ്മോസ്ഫിയർ ലെവൽ 1.2 m3. അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് റെസ്പോണ്ട് ചേഞ്ച് വിത്ത് ആൾട്ടിറ്റ്യൂഡ്. ദെൻ ഹൗ ഹൈ വുഡ് ദ അറ്റ്മോസ്ഫിയർ എക്സ്റ്റെൻഡ്? നമുക്ക് അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ ഇക്വേഷൻ ρgh ആണ്. അതെന്താണ് പറഞ്ഞിട്ടുണ്ട്? ടെസ്റ്റ് നോട്ട് ചേഞ്ച് വിത്ത് ആൾട്ടിറ്റ്യൂഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചോ, അത് ശ്രദ്ധിക്കണം. ടെസ്റ്റ് നോട്ട് ചേഞ്ച് വിത്ത് ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യില്ല എന്നൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട? P + ρgh എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കേണ്ട, കാരണം പ്രഷർ മാറുന്നില്ല. അപ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ കണ്ടുപിടിക്കുക. ρgh ഈ പ്രഷറിന് വ്യത്യാസം വരുന്നില്ല. മനസ്സിലായോ? PA + ρgh എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കേണ്ട, ഈ പ്രഷറിന് വ്യത്യാസം വരുന്നില്ല. സോ അറ്റ്മോസ്ഫിയർ പ്രഷർ P = എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? PA = ρgh എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. എന്നിട്ട് അതിൽ ബാക്കിയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ്. H ആണ് കണ്ടുപിടിക്കേണ്ടത്. H ഇവിടെ നിർത്തിയിട്ട് ഈ റാൻ അങ്ങോട്ട് കൊണ്ടുപോകുക.
കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? PA/ρg വരും. സോറി, ഇവിടെ ഇതാ PH = P/ρg. ഇതാ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ. അതിൽ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഏറെക്കുറെ ഇത് കിട്ടും. അതിന് കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്താണത് ഹൈറ്റ്. സിമ്പിൾ. വലിയ പ്രോബ്ലം ഒന്നുമല്ല, അതാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ചെയ്യാനുള്ള പ്രോബ്ലമാണ്. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കാം. ഇത് വലിയൊരു പ്രോബ്ലം. നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ലാസ്റ്റ് പ്രോബ്ലംസ് സെക്ഷൻ ചെയ്യുമ്പോൾ മാത്രമായിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റില്ല, സമയമില്ല. ഓക്കെ, നമുക്ക് ചെറിയൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Whenever external pressure is applied on any part of a fluid contained in a vessel, it transmitted undiminished and equally in all direction. നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞു, ഒരു വെസലിൽ കൊടുക്കുന്ന പ്രഷർ അതിന് ഹൈറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യണുള്ളൂ. അതിൻ്റെ ഏതെങ്കിലും ഭാഗത്തൊരു പ്രഷർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ പാസ്കൽ ലോ എന്താ പറയുന്നത്, ഒരു കോളം കൺസിഡർ ചെയ്യുക. ആ കോളത്തിൻ്റെ അതായത് ഒരു കോളം കൺസിഡർ ചെയ്യാം. ഇതൊരു കോളം. ഈ കോളത്തിൻ്റെ കുറേ പ്രഷർ, കുറേ പോയിൻറ്റ്സ്, ലൈൻസാണ് കൺസിഡർ ചെയ്യുക. സോ ഇവിടെ ഒരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അതേ പ്രഷർ ഇവിടെ വരും. അതായത് ഇവിടെ ഒരു പ്രഷർ കൊടുക്കുന്നത്, അതേ പ്രഷർ ഇവിടെ അനുഭവപ്പെടും മുകളിലോട്ട്. ഇവിടെ താഴെ ഒരു പ്രഷർ കൊടുക്കുകയാണെങ്കിൽ ആ ലിക്വിഡ് ഇങ്ങോട്ട് നീക്കിയിട്ട് ഇതേ പ്രഷർ ഈ രണ്ട് ഭാഗത്ത് ഈക്വലായിട്ട് ഇവിടെ ഒരു പ്രഷർ കൊടുക്കുകയാണെങ്കിൽ രണ്ട് ഭാഗത്ത് ഈക്വലായിട്ട് മുകളിലോട്ട് പ്രഷർ അനുഭവപ്പെടും. ഇവിടെ കൊടുക്കുന്നത് ഈ രണ്ട് ഭാഗത്ത് അനുഭവപ്പെടും എന്നുള്ളതാണ് സിമ്പിളായിട്ട് പറയുക. ഇത് നമ്മൾക്ക് അപ്ലിക്കേഷൻ എവിടെ കാണാൻ പറ്റുക വെച്ചാൽ, നമ്മൾ കാറൊക്കെ വാഷ് ചെയ്യാൻ പോയില്ലേ, കാറ് വാഷ് ചെയ്യാൻ പോകണമെന്നില്ല, സ്കൂട്ടർ വാഷ് ചെയ്യാൻ പോയാലും മതി, അവിടെ കാറ് വാഷ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ കാറ് വാഷ് ചെയ്യാൻ പോലെ കാറ് നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ ഈ കാറ് ഒരു ഹൈറ്റിൽ നിർത്തിയിട്ടാണ് നമ്മൾ അതിൻ്റെ അടിയിൽ വാഷ് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും മെക്കാനിക്കലായിട്ട് എന്തെങ്കിലും ചെയ്യുക. സാധാരണ മെക്കാനിക് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവർ അതിൻ്റെ അടിയിൽ കൂടെ മറ്റേ ഇത് വെച്ചിട്ട് കടന്നിട്ട് അങ്ങനെ ചെയ്യാറാണ് പതിവ്. നല്ലൊരു വർക്ക്ഷോപ്പിലൊക്കെ ആണെങ്കിൽ അത് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ യൂഷ്വലായിട്ട് ഒബ്സർവ് ചെയ്യുന്ന എവിടെയാണ്, വാട്ടർ സർവീസ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനൊരു സംഭവം ഉണ്ടാകും. ഇതാണ് സംഭവം. ഇതെന്താ പറയുന്നത് വെച്ചാൽ സിമ്പിളായിട്ട് കാര്യമാണ് പറഞ്ഞുതരാം. നമ്മൾ ഇവിടെ ഒരു പ്രഷർ കൊടുക്കുന്നുണ്ട്, അതേ ഫോഴ്സ് ഇവിടെ അനുഭവപ്പെടും. ഇവിടെ എത്ര ഫോഴ്സ് കൊടുക്കുന്നുണ്ടോ അതേ ഫോഴ്സ് ഇവിടെ അനുഭവപ്പെടും. അത് നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് പ്രൂവ് ചെയ്യാം അതെങ്ങനെയാണെന്ന്. അതുകൊണ്ട് എന്താണ്, whenever the external pressure is applied on a part of a liquid contained in a vessel, it transfers undiminished and equal in all direction. ഇവിടെ കൊടുക്കുന്ന പ്രഷർ ഡിമിനിഷ് ചെയ്യാതെ എല്ലാ പാർട്ടിലോട്ടും പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കൊടുക്കുന്ന ഫോഴ്സ് നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. പ്രഷർ എന്ന് പറയുന്നത് P = F1/A ആണ്. ഓക്കെ, ഫോഴ്സ് അല്ല കേട്ടോ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, പ്രഷറാണ്. ഇവിടെ കൊടുക്കുന്ന അതേ പ്രഷർ ഇവിടെയുണ്ട്. അത് കാരണം കൊണ്ട് എന്താണ്, ഇവിടെ കൊടുക്കുന്ന ഫോഴ്സിനെക്കാട്ടി കൂടുതൽ ഫോഴ്സ് ഇവിടെ കിട്ടും. അതുകൊണ്ട് കുറച്ച് ഫോഴ്സ് ഇവിടെ കൊടുത്താൽ ഇവിടെ കൂടുതൽ ഫോഴ്സ് ഇവിടെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ഫോഴ്സിൽ ഈ കാറ് നമുക്ക് ഹൈറ്റിൽ കൊണ്ടുപോയി നിർത്താൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു മെക്കാനിസം. സോ അതെങ്ങനെ വരുന്നത് നമുക്ക് ഇക്വേഷനിലൂടെ പറയാം. അതാണ് കുറച്ചുകൂടി എളുപ്പം. ദ പ്രഷർ ഓൺ സ്മാളർ പിസ്റ്റൺ, ഈ സ്മാളർ പിസ്റ്റൺ ഈ ഭാഗത്ത് കൊടുക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് F1 = എന്ത് കൊടുക്കാം നമുക്ക്, P/A എന്ന് പറയാം. കാരണം എന്താണ്, പ്രഷർ സെയിം ആണ്. ഇവിടെ കൊടുക്കുന്ന അതേ പ്രഷർ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ് നമുക്കറിയാലോ, നമ്മൾ ആ ഹൈറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യണത്. ഈ ഹൈറ്റ് ഒരേ ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ അന്ന് നേരത്തെ പറഞ്ഞു പ്രഷർ എന്തിനെ മാത്രമേ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളൂ, ഹൈറ്റിന് മാത്രമേ. ഏരിയ അവിടെ വെട്ടിപ്പോകുന്നുണ്ട് ഇല്ലേ, നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ ഒരു ഡെപ്തിലുള്ള പ്രഷർ. സോ P പ്രൊപ്പോർഷണൽ ടു എന്താണ്, H മാത്രം. ഇവിടെ H എന്താണ് നോക്കി നോക്ക്, സെയിം അല്ലേ, രണ്ടിന് H സെയിമാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, എങ്ങനെ എഴുതാം, F1 എന്ന് പറയുന്ന സാധനം F1 = നമുക്ക് എന്ത് എഴുതാം,
F1 ഈസ് ഇക്വൽ ടു P/A എഴുതാം. അതേപോലെ F2 എന്താണ്? A1 ആണ്. P/A1 ഇവിടുത്തെ ഏരിയ P/A2 ആണ്. ഈ രണ്ട് P ഈക്വൽ അല്ലേ? അപ്പോൾ F1A1 ഈസ് ഇക്വൽ ടു F2A2 എന്ന് എഴുതാം നമുക്ക്. അങ്ങനെ എഴുതിക്കൂടെ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? F1A1 ഈസ് ഇക്വൽ ടു F2A2. സോ F2ലുള്ള പ്രഷർ എന്ത് വരും? ഇത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എഴുതിയപ്പോൾ എന്താ തെറ്റ് പറ്റി വന്നു. P ഈക്വൽ ടു F1A1 ആണ്. P ഈക്വൽ ടു F2/A2 ആണ്. ഈ രണ്ട് പ്രഷർ എന്താണ്? സെയിം ആണ്. സോ F1/A1 ഈസ് ഈക്വൽ ടു എഴുതിയപ്പോൾ മാറിപ്പോയത് F2/A2 എന്ന് എഴുതിക്കൂടെ? സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? F2 കണ്ടുപിടിക്കുമ്പോൾ A2 പുറത്തോട്ട് വരും. ഇവിടെ F1 ആണ്. അപ്പോൾ A2 പുറത്തോട്ട് വരുമ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? F2 ഈസ് ഈക്വൽ ടു F1A2/A1. അപ്പോൾ എന്താണ്? Thus the applied force has to be increased by a factor of A2/A1 and this factor is the mechanical advantage of the device. അപ്പോൾ എന്താണ്? F2 എന്ന പ്രഷർ എന്ന് പറയുന്നത് F1നെ കാട്ടി A1/A1 എന്നുള്ള കൂടുതലാണ്. അത്രയും ഇൻറ്റു ചെയ്യുമ്പോൾ അത്രയും കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? നമുക്കത് സുഖമായിട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ പ്രഷർ ഇവിടെ കൂടുതലാണ്. ആ പ്രഷർ കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് പ്രഷർ കൊടുക്കുമ്പോഴേക്കും ഇവിടെ കൂടുതൽ പ്രഷർ നമുക്ക് കിട്ടും. അതായത് ഇവിടെ കുറച്ച് പ്രഷർ കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഇവിടെ കൂടുതൽ പ്രഷർ അല്ല കേട്ടോ, ഫോഴ്സ് കിട്ടും. പറഞ്ഞപ്പോൾ മാറിപ്പോയതാ. ഇവിടെ കുറച്ച് ഫോഴ്സ് കൊടുക്കുമ്പോഴേക്കും കൂടുതൽ ഫോഴ്സ് കിട്ടും. പ്രഷർ ഈക്വലാണ്. ആ പ്രഷർ ഈക്വലിറ്റി കൊടുത്തിട്ടാണല്ലോ നമ്മൾ കണ്ടുപിടിച്ചത്. അത്രേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം ഇപ്പോൾ തന്നെ ഒരു 50 മിനിറ്റിൽ കൂടുതലായി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അത് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഹൈഡ്രോളിക് ബ്രേക്സ് ആൻഡ് ബെർണോളിസ് തിയറൊക്കെ പറയാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.